ഞങ്ങളിപ്പോൾ പുഷ്കറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അജ്മീറിലാണുള്ളത്. പുഷ്കറിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചറൊന്നും ചിലപ്പോൾ കാണിക്കാൻ പറ്റിയിരിക്കില്ല, കാരണം രാത്രിയൊക്കെ ആയിരിക്കും അതിൻ്റെ ഏറ്റവും ഭംഗിയുള്ളത്. അപ്പോൾ എന്തായാലും പുഷ്കറിലെത്തിയിട്ട് കാണാം. അജ്മീറിൽ നിന്ന് ഞങ്ങളൊരു പ്രൈവറ്റ് ബസ് എടുത്തിട്ടാണ് പുഷ്കറിലേക്ക് പോയത്. അത് നമുക്ക് ടാക്സി പിടിച്ചിട്ട് വേണേൽ പോവാം, അല്ലെങ്കിൽ നമുക്ക് പ്രൈവറ്റ് ബസ്സുകൾ പുഷ്കർ ഫെയർ നടക്കുന്ന സമയത്ത് ഒത്തിരി ബസ്സുകൾ കുറച്ച് വൈകിട്ടാണെങ്കിലും രാത്രിയിലൊക്കെ ഉണ്ടാവുമെന്നാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ എന്തായാലും പബ്ലിക് ട്രാൻസ്പോർട്ടിനെ ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെയാണ് പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. പുഷ്കറിലേക്ക് ഒരു ബസ് ഞങ്ങളെ ഹോട്ടലിനടുത്ത് തന്നെ കിട്ടി. പുഷ്കർ എന്ന് വിചാരിക്കുമ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചിരുന്നത് ശരിക്കും ഒരു ഗ്രൗണ്ടിൽ ഇങ്ങനെ ഒരു മേള നടക്കുന്നു, ടൗണിനോടൊക്കെ ചേർന്നിട്ടായിരിക്കും എന്നൊക്കെയാണ്. പക്ഷേ പുഷ്കറിലേക്ക് പോകുന്ന വഴിയും നല്ല ഭംഗിയുള്ള വഴികളാണ്. ഏകദേശം അജ്മീറിൽ നിന്നൊരു 10-15 കിലോമീറ്ററോളം പോകാനുണ്ട് പുഷ്കറിലേക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല മലനിരകൾ, പിന്നെ സൂര്യനൊക്കെ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പുഷ്കറിൽ ബസ് ഇറങ്ങിയപാടെ കണ്ട കാഴ്ചകളാണ് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഒരു അമ്പലത്തിലൊക്കെ ഒരു ഉത്സവമോ അല്ലെങ്കിൽ ഒരു പള്ളിയിലൊരു പെരുന്നാളൊക്കെ ഉള്ള പോലത്തെ ഒരു സ്ഥലമാണ്. കാരണം ഇവിടെ ക്യാമൽ ട്രേഡിംഗ് ഒക്കെ ആയിരുന്നു പണ്ട് പുഷ്കർ ഫെയർ എന്ന് പറഞ്ഞിട്ട് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരുന്നത്. ലൈഫ് സ്റ്റോക്ക് ട്രേഡിംഗ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. പിന്നീടാണ് അതിൻ്റെ ഒരു ടൂറിസ്റ്റ് വാല്യൂ ഒക്കെ കണ്ടിട്ട് ഇത് ഇത്ര ഭയങ്കര ഫേമസ് ആയിട്ടൊക്കെ നടക്കാൻ തുടങ്ങിയത്. ഇത് എല്ലാ വർഷത്തിലും രാജസ്ഥാനിലെ നവംബർ മാസത്തിലാണ് പുഷ്കർ ഫെയർ നടക്കുന്നത്. അപ്പോൾ ഒത്തിരി സ്റ്റാളുകൾ നമുക്ക് കാണാം, ഒത്തിരി ആളുകളെ കാണാം. പിന്നെ രാജസ്ഥാൻ്റെ ഒരു കൾച്ചർ കുറച്ചൊക്കെ നമുക്ക് പുഷ്കറിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകതയായിട്ടുള്ളത്. പക്ഷെ ഞങ്ങൾ വന്ന സമയം എന്ന് പറയുന്നത് ഇപ്പം ഏകദേശം ഒരു 3:30 ആയിട്ടുണ്ടാവുമായിരിക്കും. പിന്നെ ഇത് പുഷ്കർ ഫെയർ തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ്. അതായത് അതിൻ്റെ സ്റ്റാർട്ടിങ് ശരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നത് 21 പിന്നെ ഇവരുടെ എലക്ഷൻ കാരണമാണ് ഇത് കുറച്ച് നേരത്തേക്കൊക്കെ മാറ്റിയതെന്നാണ് ഹോട്ടലിലുള്ള ആ ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ ഉള്ളത് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ ആയിരിക്കില്ല. പിന്നെ രാജസ്ഥാനിൽ നമ്മൾ ഉണ്ടാവുന്ന ഒരു സമയത്ത് പുഷ്കർ നടക്കുമ്പം തീർച്ചയായിട്ടും അത് കാണണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നോക്കിയപ്പം മൈതാനങ്ങളൊക്കെ കുറേ എംപ്റ്റി ആയിട്ടൊക്കെയാണുള്ളത്. പക്ഷേ ഈവനിങ് ആയപ്പോൾ അത് ഇച്ചിരിയൊക്കെ മാറി, കുറച്ചുകൂടി അതിൻ്റെ ആളുകളൊക്കെ വന്ന് കുറേ കൂടിയൊക്കെ ലൈവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതതിൻ്റെ ഒരു മൈതാനമാണ്, അത് നടക്കുന്ന ഒരു ഗ്രൗണ്ട് ആണ്. ഈ നിർത്തിയിട്ടിരിക്കുന്ന ക്യാമൽസ് ഒന്നും ട്രേഡിങ്ങിനൊന്നും വേണ്ടിയിട്ടുള്ളതല്ല, ഇതൊക്കെ സഫാരിക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. അത് ഈവനിങ് ടൈമൊക്കെ ആകുമ്പോൾ ഇവർ ഈ ക്യാമൽസിനൊക്കെ കൊണ്ടിറങ്ങും സഫാരിക്ക് വേണ്ടിയിട്ട്. സൺസെറ്റിൻ്റെ ഒക്കെ ടൈമിൽ നല്ല ഭംഗിയാണ് അതിൽ സഫാരി ഒക്കെ ചെയ്തിട്ട് പോകാൻ വേണ്ടിയിട്ട്. ഒത്തിരി ആൾക്കാർ അങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് ലൈവ് ആയിക്കൊണ്ട് വരുന്നേ ഉള്ളൂ, കാരണം ഇപ്പം നമുക്ക് ഒത്തിരി ആളുകളെ ഒന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. കുറച്ച് കഴിയുമ്പോൾ ഈ നേരെ മുകളിൽ വെച്ചിരിക്കുന്ന ജൈൻറ്റ് വീൽസൊക്കെ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് അതിലൊക്കെ കുറേ ആളുകളൊക്കെ ഉണ്ടാവും. ഇതാണ് കേട്ടോ ഇവിടെയുള്ള സ്റ്റാളുകൾ. ഈ സ്റ്റാളുകളുടെ കംപ്ലീറ്റ് ഇതല്ല, ഇതൊരു സൈഡ് മാത്രമാണ്. അപ്പുറത്തെ വശത്ത് മൊത്തം സ്റ്റാളുകൾ മാത്രമുള്ള വളരെ വെറൈറ്റി കളക്ഷൻസ്, ഡ്രസ്സുകളും സ്കേർട്ടുകളും പിന്നെ അതുപോലെ ഇവരുടെ വിൻ്റർ വെയർസൊക്കെ ഉള്ളത് കാണാൻ പറ്റിയിരുന്നു. ഞങ്ങളത് കറക്റ്റ് എടുത്തിട്ടില്ല.
ഇവിടെ ഒത്തിരി കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇങ്ങനത്തെ ഈ ദൃശ്യങ്ങളൊക്കെ നമ്മൾ സിനിമയിലും അങ്ങനെയൊക്കെ ആയിട്ട് ഒത്തിരി കണ്ടിട്ടുള്ളതാണ്. അതുപോലെ കുട്ടികളടുത്ത് വന്നിട്ട് നമ്മളടുത്തൊക്കെ വന്ന് പൈസ ചോദിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവരുടെ അടുത്ത് വന്ന് ചോദിക്കാനൊക്കെ പറഞ്ഞു വിടുന്നതും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അവർ നമ്മൾ പുറകെ വരികയും ചെയ്യും. നമ്മളതങ്ങനെ എൻകറേജ് ചെയ്യാറില്ല. അതൊരു ഭയങ്കര ഒരു അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള കാര്യമാണ് അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുന്നത്. അത് ഒത്തിരി രാജസ്ഥാനിൽ എൻറ്റയർ ആയിട്ട് തന്നെ അങ്ങനെ ഉള്ള കാഴ്ചകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അത് ഭയങ്കര ഒരു ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ളതായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞിരുന്നല്ലോ ആൾക്കാർ സഫാരിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ക്യാമൽസിനെ വെച്ചിട്ടുണ്ടാവും എന്നുള്ളത്. ഇപ്പോൾ സൺസെറ്റൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളങ്ങനെ ക്യാമൽ സഫാരിയൊക്കെ തുടങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ അത്യാവശ്യം നോയ്സൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞത് അത്രയും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് പോകുന്നത് ഈ പുഷ്കറിനോട് തന്നെ ചേർന്നിട്ടുള്ള സാവിത്രി മാതാ ടെമ്പിളിലേക്കാണെന്നാണ് പറയുന്നത്. നമുക്ക് ജസ്റ്റ് പുഷ്കറിൻ്റെ ഗ്രൗണ്ടിൽ നിന്ന് നടന്നിട്ട് പോകാനുള്ള അത്ര ദൂരമേ ഉള്ളൂ സാവിത്രി മാതാ ടെമ്പിളിലേക്ക്. അവിടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് അവിടുത്തെ ഒരു റോപ്പ് വേ ആണ്. അപ്പോൾ നമുക്ക് പുഷ്കർ ലേക്കും പുഷ്കർ ഗ്രൗണ്ടും ഒക്കെ ദൂരേന്ന് കാണാം. ഞങ്ങൾക്കിപ്പം നോക്കിയാൽ ഏകദേശം സാവിത്രി മാതാ ടെമ്പിൾ കാണാം. അത് ആ മുകളിൽ കാണുന്നുണ്ടല്ലോ, ഹില്ലിൻ്റെ പീക്കിലായിട്ട് കാണുന്നതാണ് സാവിത്രി മാതാ ടെമ്പിൾ. അത് ഏകദേശം ഒരു 6:30 വരെ എങ്ങാനാണ് അവിടുത്തെ റോപ്പ് വേ ഒക്കെ ഉള്ളത്. അപ്പം ഞങ്ങളിപ്പോൾ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കത് കിട്ടും. അപ്പോൾ സാവിത്രി മാതാ ടെമ്പിളിന് പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് ഇവർ വിശ്വസിക്കുന്ന ഒരു മിത്ത് എന്ന് പറയുന്നത്, ബ്രഹ്മാവ് പുഷ്കർ ലേക്കിൻ്റെ അവിടെ യാഗം നടത്തുമായിരുന്നു. അപ്പോൾ ഈ യാഗത്തിനെ സംബന്ധിച്ചിടത്തോളം സമയം ഭയങ്കര കൃത്യനിഷ്ഠതയുള്ള സമയമായിരുന്നു. അപ്പോൾ ബ്രഹ്മാവിൻ്റെ ഭാര്യയായിട്ടുള്ള സാവിത്രി അവിടെ എത്താൻ ലേറ്റായി. അപ്പോൾ ബ്രഹ്മാവ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടുത്തുള്ള ഒരു ലോക്കൽ ഗേളായിട്ടുള്ള, അവരെ പേര് ഗായത്രി എന്നാണ്, അവരെ വിവാഹം ചെയ്തു. അപ്പോൾ സാവിത്രി എത്തുമ്പോൾ കാണുന്നത് തൻ്റെ സ്ഥാനത്ത് വേറൊരാളിരിക്കുന്നതാണ്. അപ്പോൾ സാവിത്രി ബ്രഹ്മാവിനെ ശപിക്കുകയാണുള്ളത്. നിങ്ങൾ വേറൊരു സ്ഥലത്തും ആരാധിക്കപ്പെടില്ല എന്ന് പറഞ്ഞിട്ട് ശപിച്ചിട്ട് രത്നഗിരി മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. അവിടെയാണ് ഈ ടെമ്പിൾ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെ ക്ഷേത്രങ്ങൾ കുറവാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ പുഷ്കറിൽ ഒരു ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം, വേറൊരു ബ്രഹ്മാവിൻ്റെ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ സമയക്കുറവ് കാരണം ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല. ഞങ്ങളിതിൽ മെയിൻ അട്രാക്ഷൻസിൽ മാത്രമാണ് പോയിട്ടുള്ളത്. സാവിത്രി മാതാ ടെമ്പിളിലേക്ക് ഇപ്പോൾ ഞങ്ങൾ റോപ്പ് വേയിലെ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എടുക്കാൻ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു. പിന്നെ നല്ല ടൈമാണ്, സൺസെറ്റിൻ്റെ ഒക്കെ ഒരു ടൈമാണ്. അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ആ ഒരു ടൈമിലാണ് കറക്റ്റ് അവിടെ എത്തിപ്പെട്ടത്. പിന്നെ ടിക്കറ്റിന് പെർ പേഴ്സൺ 165 രൂപയാണ് റോപ്പ് വേ അടക്കം നമുക്ക് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് ട്രക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നടന്നും പോവാം. പക്ഷെ ഞങ്ങളിപ്പോൾ ട്രക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ എന്തായാലും ഞങ്ങൾ അവിടെ എത്തുമ്പോൾ ഇരുട്ടാവും. അതുകൊണ്ട് ഞങ്ങൾ റോപ്പ് വേ എടുത്തു. പിന്നെ റോപ്പ് വേ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഈ മലയിലെ കൂടിയൊക്കെ, ഇത് ഈ രത്നഗിരി ഹിൽസ് അരാവല്ലി റേഞ്ചസിൻ്റെ പാർട്ടാണ്. അപ്പോൾ അതിലെ കൂടി മലയിലെ കൂടി നമ്മളിങ്ങനെ കയറി റോപ്പ് വേയിൽ പോകുന്നത് നല്ല രസമുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. ട്രക്കിങ്ങിന് വേറൊരു ടൈപ്പ് ഫീലായിരിക്കും, ഇതിന് വേറൊരു ടൈപ്പ് ഫീലാണുള്ളത്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ കുരങ്ങന്മാരെ കാണാൻ വേണ്ടി പറ്റും. ഈ താഴെ കാണുന്നത് പുഷ്കർ ലേക്ക് കാണാം. പുഷ്കർ ഗ്രൗണ്ടൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഈ കുരങ്ങന്മാർ ഭയങ്കര ശല്യമാണ്. കാരണം നമ്മളിവർക്ക് ഇവിടെ വരുന്ന ആളുകളൊക്കെ ഇവർക്ക് ഭക്ഷണം കൊടുക്കും. അപ്പോൾ ഇവർ ആളുകളുടെ ഇടയിലേക്ക് കയറിയിട്ട് വരും. ആൾക്കാർ അത് വലിയ സേവനം ചെയ്യുന്ന പോലെയാണ് നമ്മൾ വിചാരിക്കുക. പക്ഷെ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇവർക്കും അതെ, ഇവർക്കും സ്വന്തമായിട്ട് ഫുഡ് തേടി കഴിക്കാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ലാണ്ടാവും. ഇവർ ഈ ടൈപ്പ് ലേസ് ഇങ്ങനത്തെ ഫുഡൊക്കെയാണ് ഇവർ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ സാവിത്രി മാതാ ടെമ്പിളിൻ്റെ മുകളിലെത്തി. നല്ല ഭംഗിയുള്ള ഒരു വഴിയായിരുന്നു.
അപ്പോൾ ഞങ്ങൾ സാവിത്രി മാതാ ടെമ്പിളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. ടെമ്പിളിൻ്റെ അവിടെ നിന്ന് കുറച്ചുകൂടി നല്ല വിഷ്വൽസാണ്. പിന്നെ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു മൊബൈൽ ക്യാമറ, അങ്ങനെ ക്യാമറയിലൊന്നും ദൃശ്യങ്ങൾ എടുക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം ദൃശ്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പക്ഷേ ഈ കണ്ടോ, ഈ ഇറങ്ങുന്നതും വേറൊരു ഫീലാണ്. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആണ് നമുക്ക് കിട്ടുക. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റുകളൊക്കെ കത്തി തുടങ്ങി. അപ്പോൾ നമ്മൾ കയറുന്ന ഒരു ഫീലല്ല ഇറങ്ങുമ്പോഴുള്ളത്, വേറൊരു ടൈപ്പ് ഫീലാണ് നമുക്ക് കിട്ടുക. ഞങ്ങളും പതുക്കെ ക്ഷീണിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല നടക്കാനുണ്ടാവും. ഞങ്ങളൊരു ഹിസ്റ്ററൊക്കെ വെച്ച് നോക്കിയാൽ ഒരു ദിവസം ഞങ്ങൾ 15 കിലോമീറ്ററൊക്കെ എന്തായാലും നടക്കുന്നുണ്ടാവും ഇനീഷ്യലായിട്ട്. പിന്നെ ലാസ്റ്റൊക്കെയാണ് ഞങ്ങൾ കുറച്ചൊക്കെ അത് കുറഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. പിന്നെ കഴിഞ്ഞ ദിവസമൊന്നും രാത്രി അങ്ങനെ കൃത്യമായിട്ട് ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഫ്ലൈറ്റൊക്കെ ലേറ്റായിരുന്നു. നേരെ ജയ്പൂരിൽ നിന്ന് അജ്മീറിലേക്ക് വന്നു. അജ്മീറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷായിട്ട് നേരെ പുഷ്കറിലേക്ക് വന്നതാണ്. കാരണം നമുക്ക് അത്രയും സമയത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ റെസ്റ്റൊന്നും എടുത്തിട്ട് വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പുഷ്കർ ഒഴിവാക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് പോയിട്ട് കിടന്നുറങ്ങാമല്ലോ. അപ്പോൾ ഇതാണ് പുഷ്കറിൻ്റെ രാത്രി കാഴ്ചകൾ. ഫുൾ ലൈറ്റപ്പൊക്കെ ചെയ്ത് വേറൊരു വൈബിലേക്ക് പുഷ്കർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യും നൈറ്റ് ആകുമ്പോഴത്തേക്കും. പക്ഷെ ഞങ്ങൾക്ക് അത് കാണാൻ സമയമില്ല, കാരണം ഞങ്ങൾക്ക് തിരിച്ചു പോകണം. ബസ് ഏകദേശം ഒരു 7 മണി വരെയൊക്കെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്, ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുഷ്കറിന് ബൈ.